ശരിക്കും പിടിച്ചിട്ടുണ്ടോ? താങ്ങി നിർത്തേ, വീഴും. ഞാൻ പറഞ്ഞോ. അത് പിടിക്കും. ഇത് ലീനിങ് മോസ്ക് ആൻഡ് മിനററ്റ് ആണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഷെയ്ഖ് ഫൈസൽ ബിൻ കാസിം ആൻഡ് അൽത്താനി മ്യൂസിയം കോംപ്ലക്സിന്റെ അകത്ത് തന്നെ ആയിട്ടാണ്. ഇത് നമ്മുടെ ഇറ്റലിയിലുള്ള ലീനിങ് ടവർ ഓഫ് പിസയിലെ അതിന്റെ ആർക്കിടെക്ചറിന് സിമിലർ ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 27 മീറ്റേഴ്സ് ടോൾ ആണ് കേട്ടോ ഈ മിനററ്റ്. ആൻഡ് ഇത് 20 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഖത്തറിൽ നിങ്ങൾ ഈ സ്പോട്ടിൽ വന്നിട്ടുണ്ടോ? നല്ല പച്ച കാർപ്പറ്റും പച്ച വെള്ളവും ഇതൊക്കെ ഇരിക്കാൻ കേട്ടോ നല്ല രസമുണ്ടല്ലേ. ബോട്ടുകളും ചുറ്റും ബിൽഡിങ്ങും ശാന്തതയാണ്. കസാര ഇട്ട് ഇങ്ങനെ ഇരിക്കുക നമുക്ക്. മ്യൂസിയം കോംപ്ലക്സിന്റെ അകത്ത് തന്നെ ഇങ്ങനെ ഒരു വാട്ടർ ബോഡി ഉണ്ട് കേട്ടോ. ഇവിടെ കൂടെ സ്വാനൊക്കെ പോകുന്നുണ്ടായിരുന്നേ. ഇതാണ് എൻട്രൻസ്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുക്കുന്നത്. ഇതുപോലത്തെ ഒരു കുഞ്ഞു സ്റ്റോർ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടൊക്കെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാവേ. A journey through time and place. ഇവിടെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഫുൾ വിൻറ്റേജ് കാർസ്. നമ്മൾ എങ്ങനെ പറയാന്ന് വെച്ചാൽ സോനയുടെ ഒക്കെ ഒരു ജനറേഷനിലുള്ള കാർസൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ഡോജ്. ഇത് കൊമ്പുള്ള കാറാണല്ലോ. അന്നത്തെ സമയത്തൊക്കെ കൊമ്പ് ഒറിജിനലാണ് കൊമ്പ്. നല്ല രസമുണ്ടല്ലേ. Hey guys, have you been this place? മഞ്ഞ കാർ, ചുവന്ന കാർ, ബ്ലൂ കാർ എല്ലാം ഉണ്ട്. ഓറഞ്ച് കാർ 1942 കാറാണ്. പണ്ട് വീലിന് വരെ കാറിൽ ഇത് മറ്റേ ഇതിന് ഉപയോഗിക്കുന്ന. എന്തിനു ഉപയോഗിക്കണം? മറ്റേതിനില്ലല്ലോ. അതിനല്ലേ. മറ്റേ തന്നെയല്ലേ. ഇത് സൈസാണ്. ഖത്തറിലെ ലാർജസ്റ്റ് പ്രൈവറ്റ് മ്യൂസിയം ആണ് കേട്ടോ ഇത്. ഇങ്ങോട്ടേക്കുള്ള എൻട്രി ഫീസ് വരുന്നത് 50 റിയാലാണ്. ഇവിടെ ഷെയ്ഖിന്റെ പേഴ്സണൽ കളക്ഷനും ഇസ്ലാമിക് ആർട്ട്, ഖത്തറി ഹെറിറ്റേജ് വെഹിക്കിൾസ്, ഹാൻഡ് മെയ്ഡ് കാർപ്പറ്റ്സ്, കോയിൻസ്, കറൻസി അങ്ങനെ ഓവർ 4 കോണ്ടിനെന്റ്സിൽ നിന്ന് കളക്ട് ചെയ്ത സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതെന്താ മനസ്സിലായ? എന്താ കൈ അത് തന്നെ പീക്കോക്കിന്റെ. ഇതെന്താ മനസ്സിലായ? അത് കാറ്റ് വരുന്ന സാധനം. മാത്രം അറിയാ. പഴയ കസാര. തോക്ക്. ഫോക്സിന്റെ സ്കിന്ന്. ചെറിയ ടോ. ചെറിയ ടോയാ. മ്യൂസിയത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് കാറിലോ അല്ലെങ്കിൽ ഊബറിലോ മാത്രമേ വരാൻ പറ്റുള്ളൂ. ഇങ്ങോട്ടേക്ക് മെട്രോ ആക്സസ് ഇല്ല. ഓവർ 15,000 ഐറ്റംസ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല പണ്ട് കാലം, അതായത് ജുറാസിക് ഏജ് തൊട്ട് പ്രസന്റ് ഡേ വരെയുള്ള ആർട്ടിഫാക്ട്സ് ഇവിടെ ഉണ്ട്. പണ്ട് ഇത് കൊണ്ടുപോയ കുതിരവണ്ടിയൊക്കെയാണ് കേട്ടോ. കുതിര. ഇവിടെയൊക്കെ ഓരോ ആൾക്കാരുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, പണ്ട് ജയിലിലൊക്കെ കിടന്നിട്ടുള്ള ആൾക്കാർ ഇട്ടിട്ടുള്ളതൊക്കെ ആയിരിക്കുമല്ലോ ഇതൊക്കെ. ഇതുകൊണ്ട് അവർ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊക്കെയാണ് ഈ ഏരിയയിൽ വെച്ചിട്ടുള്ളത്. ഇപ്പുറത്ത് അവരന്ന് ഉപയോഗിച്ചിരുന്നപ്പോൾ എടുത്ത ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ നടക്കുന്നത് ക്ലോത്തിങ് ഹാളിൽ കൂടെയാണ് കേട്ടോ. ക്ലോത്തിങ് ആൻഡ് അക്സസറീസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ റീജിയൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ക്ലോത്തിങ് മാത്രമല്ല ആൻറ്റിക് ഫർണിച്ചറും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ.
കാർപ്പറ്റിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഓവർ 700 ഹാൻഡ് വൂവൺ കാർപ്പറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റുമേ. ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്കും ഫുള്ള് തോക്കും കത്തിയും അമ്പും വില്ലും കുന്തവും അങ്ങനെ ഇവർ ഹണ്ടിങ്ങിനും അതല്ലാതെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. പല പല ടൈപ്പ് കത്തികളോ അമ്പ് ഇതെന്താണെന്നറിയോ എറിയുന്ന അമ്പ് വിടുന്നത് അറിയാമോ നമുക്ക് ഇവിടെ? അതെ പണ്ടത്തെ ലെതർ സ്യൂട്ട് കേസ് ഉണ്ടോ നിങ്ങൾ? ഷെയ്ഖ് അബ്ദുള്ള ബിൻ ജാസിം അൽത്താനിയുടെയാണ്. ഖത്തറിലെ 3rd റൂളറിൻ്റെ ഉപയോഗിച്ചിരുന്ന പെട്ടിയാണ്. ഗുണ്ട് ഓ ഈ ഇതിൻ്റെ എൻഡ് കണ്ടോ? ഓ താഴെ കിടക്കുന്നില്ല, അത് ശരിക്കുള്ള കേട്ടോ. എന്താ പറയുക, എല്ലാം പറയാണ്. ഇത് നിങ്ങളുടെ ആടിന്റെ തലയോ? കുതിരയുടെയൊക്കെ മുകളിൽ ഇട്ടിരുന്ന ഉടുപ്പാണ്. ഓ നമ്മളിത് സിനിമയിലെ കണ്ടുകൊടുത്ത ട്രാപ്പായിരുന്നു. ഇതെങ്ങനെ നിറവും ഇതിങ്ങനെ തുറക്കും, ആരെങ്കിലും ചോട്ടുമ്പോഴത്തേക്ക് നട്ടെ പന്നീനൊക്കെ നിൽക്കുമ്പോൾ കൊടുക്കാൻ വെച്ചേക്കുമായിരുന്നു അല്ലേ. എൻ്റെ കയ്യിലും ഉണ്ട് പൈനാപ്പിൾ. യുദ്ധം തോക്കാം. കൂടുതലും തോക്കും ഈ കുതിരയിൽ ഉപയോഗിച്ച സംഭവങ്ങളൊക്കെ ഇവിടെ ഒരുപാടുണ്ടല്ലോ. ഇത് ട്രഡീഷണൽ സിറിയൻ ഹോമാണ് കേട്ടോ. ഇത് ഡമാസ്കസിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നത് റീക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഫുള്ളി ഫർണിഷ്ഡ് ആണ് കേട്ടോ. ഒരു കോർട്ട്യാർഡും 2 ലിവിങ് സ്പേസസും ആണ് ഈ ഉള്ളത്. പണ്ടത്തെ പ്രിൻസസ് ഒക്കെ ഉപയോഗിച്ച കട്ടിലും അവരുടെ ബെഡ്റൂമിൽ വെച്ചിട്ടുള്ള ഫർണിച്ചറൊക്കെയാണ് കേട്ടോ ഈ സെക്ഷൻ മൊത്തം. ഇത് ഖത്തറിലെ പണ്ടുകാലത്തെ ജയിലാണ് കേട്ടോ. താഴെ കിടക്കുന്ന പ്രിസണറാണ്, അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ജയിൽ കീപ്പറാണ്. കയ്യിലും കാലൊക്കെ വിലങ്ങിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇയാൾക്ക് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. കാണുന്ന വിൻഡോ ഉണ്ട്, ആ ചെറിയ വിൻഡോയിലുള്ള ലൈറ്റ് മാത്രമേ അകത്തേക്ക് റൂമിലേക്ക് കിട്ടുള്ളൂ. പണ്ടത്തെ താളിയോല ഗ്രന്ഥങ്ങളാണ് കേട്ടോ ഇതൊക്കെ. വാതിലിൻ്റെയൊക്കെ സൈസ് ഉണ്ടോ? പണ്ട് സ്മോക്ക് ചെയ്യാനും ഡ്രിങ്ക് ചെയ്യാനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇത്. പല വെറൈറ്റി ഉണ്ട് കേട്ടോ, ഒരു ഏരിയ ഫുള്ളുണ്ട് ഇത്.
എന്താണെന്നറിയാമോ? കട്ടിലാറ് ഫുഡ് വെച്ച് ഈ തൊട്ടിലൊക്കെ കണ്ടോ അവരെന്ത് ഹെവി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര സിമ്പിളായിട്ടാണ് നമ്മുടെ ഓരോന്നും. തൊട്ടിൽ മാത്രമല്ല, ഇവരുടെ ഓരോ ഫർണിച്ചർ എടുത്ത് നോക്കിയാലും ഭയങ്കര ഹെവി ആയി ഓർണമെൻറ്റേഷനും ഡീറ്റെയിലിങ്ങും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്തെ ഫർണിച്ചറൊക്കെ ഭയങ്കര സിമ്പിളാണ്. പണ്ട് കാലത്ത് റൂം എങ്ങനെയായിരുന്നെന്ന് ഇവർ സെറ്റ് ചെയ്തേക്കുവാണ് കേട്ടോ. ഇത് ഈ ഒരു ഏരിയ ഫുള്ള് പല രാജ്യങ്ങളിലും ട്രഡീഷണൽ ഡ്രസ്സാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. കൊച്ചിനോട്ടൊക്കെ കിടത്തേക്കുന്നു. ഇതുണ്ടോ ഒരു കിണറാണ് കേട്ടോ, ഭയങ്കര ഡീപ്പാണ് ഈ കിണർ. ഇരിക്കുന്ന ആള് ഇയാളെ എവിടെ നിന്ന് പോയിട്ടോ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന ആൾക്കാർ വരും. ഓയിൽ പ്രസ്സൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ് കണ്ടോ. ഭയങ്കര വലിയ മ്യൂസിയമാണ് കേട്ടോ ഇത്. നിങ്ങൾ ഖത്തറിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഖത്തറിൽ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മിസ്സാക്കാതെ വന്ന് കാണും കേട്ടോ. 50 റിയാലാണ് എൻട്രി ഫീസ് എങ്കിലും അതിന് മാത്രം ഇവിടെ കാണാനുണ്ട്. ഒരു 2 മണിക്കൂർ 2 അതിൽ കൂടുതൽ മണിക്കൂർ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട് കേട്ടോ. അത്രയും വലുതാണ് ഈ മ്യൂസിയം. നിങ്ങൾ എന്തായാലും ഇത് മിസ്സാകാതെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടു നോക്കാം. ഇത് കണ്ടോ, ഇത് പഴയ ഒരു പള്ളി സെറ്റ് ചെയ്തേക്കാണ് കേട്ടോ ഇവര്. പഴയ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു പള്ളി തന്നെയാണ്. ഇതിലെ എല്ലാ സാധനങ്ങളും കുരിശും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതില്. ഈ ഒരു ഏരിയ ഫുള്ള് ബോട്ടാണ് കേട്ടോ. പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ ബോട്ടുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് കിറ്റൊക്കെ പ്ലെയിൻ ബോൺ ഡ്രസ്സിങ്, മീഡിയം പ്ലെയിൻ ബോൺ ഡ്രസ്സിങ്, ഇതെല്ലാം ചില്ലും ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ കോണ്ടാക്റ്റിൽ വെച്ചേക്കാം. ഇത് ജോൺസന്റെ ഉള്ള നിന്റെ പോലെ തന്നെ അന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ മറിക്കാൻ അങ്ങോട്ട് കണ്ണടസ്റ്റ് ചെയ്യുന്നത് മൈക്രോസ്കോപ്പ് കണ്ണടൊക്കെ അപ്പുറത്തൊക്കെ എടുത്താൽ ഇതൊക്കെ സിസ്റ്റേഴ്സൊക്കെ മറ്റേ ഡോക്ടറിൻ്റെ ഫാമിലി ഡോക്ടറിൻ്റെ കണ്ണടയല്ലേ. ഇതെന്താ കൊച്ചിൻ്റെ തലേന്ന് തീയപ്പന്നെ മരുന്നല്ലേ കിളി പോകണമായിരുന്നു. കിളി വരത്തില്ല വെയിറ്റ് നോക്കണം. ഇൻഫൻ്റെ കുഞ്ഞു എനിക്ക് പിന്നെ ബേബീസിൻ്റെ വെയിറ്റ് ജനിച്ച ഉടനെ എത്ര ബേബീസ് അത് വെയിറ്റ് നോക്കിയിട്ടുണ്ടോ. ജനിച്ചതിലോട്ട് എടുത്തു വെയിറ്റ് നോക്കേ.
ഇതും അതെ ബേബീസിനൊക്കെ എടുത്ത് വെയിറ്റ് തുടങ്ങും. എന്ന് കാലം തൊട്ടുണ്ട് വാക്സിനൊക്കെ പോലെ കോണ്ടാക്ട് ലെൻസ് ഒക്കെ അന്നത്തെ കാണിച്ചാൽ ഒരു പുതിയ വാങ്ങിച്ചു വെച്ചാൽ എനിക്ക് ഇറങ്ങിയ സമയത്തുള്ള കോവിഡിനെ ഒരു 10 കൊല്ലം കോവിഡ് എന്നൊക്കെ അല്ലേ. ഹാർട്ട് ഇതാണ് ഹാർട്ട് ബീറ്റ് റിഹേഴ്സാണ് ഭാര്യമാര് ടേബിള് പണ്ടത്തെ പിന്നെ ലൈറ്റർ സിംഗർ ഇത് ഇന്ത്യൻ ഇവിടെ ഉപയോഗിച്ചിരുന്ന യൂട്ടൻസിൽസ് ഒക്കെയാണ് കേട്ടോ, കിച്ചൺ യൂട്ടൻസിൽസ്. ചെവിടാണ് നല്ല രസമുണ്ട് ഇത്. റെഡ് എപ്പോഴും ഇവർക്ക് എല്ലാവർക്കും കൊച്ചുണ്ടാവല്ലോ കയ്യിൽ. ഒരു കൊച്ച് കയ്യിലും ഒരു കൊച്ച് അതിലും കട്ടിലും. ഞങ്ങളുടെ മമ്മിച്ചിയുടെ വീട്ടിൽ ഇതുണ്ടായിരുന്നു ഉണ്ട്. അല്ല ലൈറ്റ് ഇടുന്ന സ്വിച്ച്. മാത്രമേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ ഇതേ അകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാണ്ടോ. പുറത്തിറങ്ങുമ്പോൾ ഇതുപോലത്തെ ഒരു വാട്ടർ ബോഡി ഉണ്ട്. ഇതിൽ താറാവൊക്കെ നീന്തി കളിക്കുന്നുണ്ടായിരുന്നേ. അവിടെ നമുക്ക് ഇരിക്കുകയും ചെയ്യാം കേട്ടോ. പക്ഷെ ഇപ്പോൾ ചൂടായതുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റിയൊരവസ്ഥയിലല്ല. അല്ലായിരുന്നുണ്ടെങ്കിൽ നല്ല കാലാവസ്ഥയിലൊക്കെ ആണെങ്കിൽ അവിടെ ഇരിക്കാനൊക്കെ നല്ല രസമായിരിക്കും. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു എൻഡിൽ കൂടി കയറി നമ്മളെല്ലാം കണ്ടിട്ട് അടുത്ത എൻഡിൽ കൂടി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങോട്ടുള്ള വഴികളൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പോകുന്ന വഴി തന്നെ നിങ്ങൾക്ക് ഓസ്ട്രിച്ചും ഓറിക്സും മയിലും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടേക്ക് കൂടി കയറിയിട്ട് നിങ്ങൾ പോവാവേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.